ഞാൻ ഉണരുമ്പോഴും ഞാൻ ഉറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് വീണ്ടും കർത്തൃപാദപീഠത്തിൽ പ്രഭാത ചിന്തയുമായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയ ലോകസ്നേഹത്തെക്കുറിച്ചുള്ള അതിൻ്റെ ബാക്കി ഭാഗം ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ വിശദീകരണമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 4-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകസ്നേഹത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാം, അതിനെക്കുറിച്ചൊരു 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയ വിശദീകരണം തന്നിരുന്നു. അപ്പോൾ കോസ്മോസ്, അതുപോലെ തന്നെ കോസ്മെറ്റിക്സ്, ഈ 2 പ്രധാന പദങ്ങളാണ് ലോകം എന്ന് പറയുന്ന പദത്തെ വിവക്ഷിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നും നമുക്കെങ്ങനെ ജയം പ്രാപിപ്പാൻ കഴിയും എന്നുള്ളത് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഈ ലോകത്തോട് അനുരൂപരാകരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ലോകത്തെ വെറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മലയാളത്തിൽ ഒരു പ്രസിദ്ധമായ പാട്ടുണ്ട്, ഒരു നാൾ നശ്വര ലോകം വിട്ടു ഞാൻ പിരിയും. അതിൻ്റെ അടുത്ത പദം എന്നെ ഏറെ ചിന്തിപ്പിച്ചത് ലോകം വെറുത്തോർ അന്നാൾ അറിയും എന്നാണ്. അപ്പോൾ ലോകം വെറുക്കുക അല്ലെങ്കിൽ ലോകത്തോട് അനുരൂപരാകരുത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 2-ാമത് 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ലോകത്തെ ജയിക്കുന്നു എന്നാണ്. അപ്പോൾ 2-ാമത് ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകസ്നേഹത്തിൽ നിന്ന് നമുക്ക് ജയം പ്രാപിപ്പാൻ പറ്റുന്ന 2-ാമത്തെ മേഖല എന്ന് പറയുന്നത് ജയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജയം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഘടകമാണ്. അവൻ ലോകത്തിൽ നിന്നും ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ച ഒരുവനെയാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 മേഖലകളിൽ ജയം പ്രാപിക്കണം. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം നാം പഠിച്ചാൽ 7 സഭകളുടെ ഒരു നല്ല വിവരണം അവിടെ കൊടുക്കുന്നുണ്ട്. ഈ 7 സഭകൾക്കും ദൂതെഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ വെള്ള ഉടുപ്പ് നൽകും, ജയിക്കുന്നവനെ ഞാൻ ആലയത്തിൻ്റെ തൂണാക്കും, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ഇരിപ്പാൻ വരം നൽകും. ഇങ്ങനെ ജയത്തിൻ്റെ ഒരു പട്ടിക അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകസ്നേഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനുള്ള അടുത്തൊരു മേഖല ഏതാണ്? ആ മേഖല നമ്മൾ ജയം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇനി 3-ാമത്തെ മേഖല എന്താണ്? 3-ാമത്തെ മേഖല എന്ന് പറയുന്നത് ഗലാത്യലേഖനം 6:14 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രൂശ് എന്തിനെ കാണിക്കുകയാണ്? ക്രൂശ് ശാപത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിമിത്തം ഞാൻ ലോകത്തെ ഒരു ശാപഗ്രസ്തമായി കാണുകയും
അവിടെ ഞാൻ ആരായി തീരുകയും ചെയ്യുകയാണ്, ഞാൻ ഒരു ശാപഗ്രസ്തനായി മാറുകയാണ്. അർത്ഥാൽ ശാപത്തിന് അടിമയായി മാറുക എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങപ്പെട്ടവനായി ശപിക്കപ്പെട്ടവനായി എഴുതപ്പെട്ടതുപോലെ ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾ ആരാണെന്നറിയാമോ? നമ്മൾ ശപിക്കപ്പെട്ടവരാണ്. കാരണം നമ്മൾ ലോകത്തെ സ്നേഹിക്കാതെ ലോകത്തിൽ നിന്നും വേർവിട്ട് ദൈവത്തിൻ്റെ പൈതലായി മാറുമ്പോൾ ലോകം നമ്മളെ മുദ്ര കുത്തുന്ന ഒന്നാണ് നീ ശപിക്കപ്പെട്ടവൻ, നീ ശപിക്കപ്പെട്ടവൾ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നു, നമ്മൾ ക്രൂശിക്കപ്പെടുകയാണ്. ഇനി ഈ ക്രൂശിക്കപ്പെടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? അവിടെ വായിക്കുന്നത് പല ഭാഗങ്ങളുടെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു വിടാം. ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മറ്റൊരിടത്ത് എൻ്റെ രാഗമോഹങ്ങളെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ജഡത്തിൻ്റെ രാഗമോഹങ്ങളെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ ധാരാളം പദങ്ങൾ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ലോകസ്നേഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ നാം ക്രൂശിൽ തറയ്ക്കപ്പെട്ടവരായിരിക്കണം. ഇനി നാലാമത്തെ പ്രധാന കാര്യം എന്തെന്നറിയാമോ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂമിയിലുള്ളവയെ അന്വേഷിക്കുവാനല്ല. ഇവിടെ പലരും ഭൂമിയിലുള്ളത് അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുകയാണ്, മേലിലുള്ളവയെ, ഉയരത്തിലുള്ളവ അന്വേഷിക്കണം. എന്താ അതിൻ്റെ നേട്ടം? നാം ഭൂമിയിലെ ഭൗതികമായ വസ്തുക്കളുടെ പുറകാലെ ഓടി നമ്മുടെ ജീവിതത്തെ നയിക്കുവാനല്ല, മറിച്ച് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്നുള്ള വാക്യ അടിസ്ഥാനത്തിൽ നന്മയും കരുണയും ഒക്കെ നമ്മെയാണ് പിന്തുടരേണ്ടത്, നാം അവയെ അല്ല. അങ്ങനെയാണെങ്കിൽ നാം ഏത് അന്വേഷിക്കണം? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവുമൊക്കെ ഉയരത്തിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ തരുന്ന കർത്താവിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല എന്നാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരാകുവിൻ. ആകയാൽ ഈ പ്രഭാതം കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ ധന്യം വിലയേറിയതുമായ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.